കോൺഗ്രസ് പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച വിശ്വാസ സംഗമം അതിഗംഭീര പരിപാടിയായിരുന്നു. ശബരിമലയിലെ ദ്വാരപാളികൾ കളവ് പോയ സംഭവത്തിൽ സർക്കാരിനെ ഏറിൽ നിർത്താൻ ഈ പരിപാടി കൊണ്ട് സാധിച്ചു. എന്നാൽ കോൺഗ്രസിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ പരിപാടിയിൽ സംഭവിച്ച ഗുരുതര പിഴവ് കോൺഗ്രസിന് വലിയ തിരിച്ചടി സമ്മാനിക്കുന്ന ഘടകമാണ്. കാരണം മറ്റൊന്നുമല്ല, ഇക്കഴിഞ്ഞ ദിവസം ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ദേവസ്വം ബോർഡ് പത്തനംതിട്ട ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലെ സംഘർഷത്തെ തുടർന്ന് റിമാൻഡിലായ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ അടക്കമുള്ള നേതാക്കളെ പരാമർശിക്കാതെയാണ് പരിപാടി നടന്നത്. ഇത് നന്ദികേടെന്ന് യൂത്ത് കോൺഗ്രസ് ഒന്നടക്കം പറയുന്നു. പരിപാടിയിൽ സംസാരിച്ച KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും മുതിർന്ന നേതാവ് KC വേണുഗോപാലും അടക്കമുള്ള പ്രമുഖർ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ അറസ്റ്റ് വരിച്ചതിനെ സ്മരിക്കാതെയാണ് പരിപാടിയിൽ സംസാരിച്ചത്. പരിപാടി സംഘടിപ്പിച്ച സ്ഥലത്ത് നിന്ന് അധികം ദൂരെയല്ല സന്ദീപും സംഘവും കഴിയുന്ന കൊട്ടാരക്കര സബ് ജയിൽ. എന്നിട്ടും പരിപാടി നടന്ന മണിക്കൂറുകളിൽ പാർട്ടി സന്ദീപിനെ മറന്നു എന്നത് ഗുരുതരമായ ആരോപണമാണ്. സന്ദീപ് വാര്യറിന് പുറമെ നഹാസ് പത്തനംതിട്ട, വിജയ് ഇന്ദുചൂടൻ കൂടാതെ 3 വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെയാണ് നേതാക്കളുടെ പ്രസംഗത്തിൽ ഒരിടത്തും പരാമർശിക്കാതെ പോയത്. ഇവരിപ്പോഴും കൊട്ടാരക്കര സബ് ജയിലിൽ റിമാൻഡിലാണ്. ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെ വരും ദിവസങ്ങളിൽ സന്ദീപും സംഘവും ജയിലിൽ തന്നെ തുടരും. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും പ്രതിപക്ഷ നേതാവ് VD സതീശനും ജയിലിലെത്തി അറസ്റ്റ് വരിച്ച നേതാക്കളെ കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് പത്തനംതിട്ടയിൽ കോൺഗ്രസ് വിശ്വാസ സംഗമം സംഘടിപ്പിച്ചത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത നേതാക്കന്മാർ എല്ലാവരും തന്നെ സർക്കാരിന്റെ ശബരിമലയിലെ കെടുകാര്യസ്ഥതയെ വിമർശിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും സന്ദീപിനെയും മറ്റുള്ളവരെയും പൂർണ്ണമായും പാർട്ടി അവഗണിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിലാണ് BJP വിട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിനെ കൈകൊടുത്തത്. പിന്നാലെ പാർട്ടി സന്ദീപിനെ കോൺഗ്രസ് വക്താവായി നിയമിച്ചു. സംസ്ഥാനത്ത് എമ്പാടും സന്ദീപിന് വലിയ സ്വീകാര്യതയുണ്ട്. കോൺഗ്രസിന് വേണ്ടി ശക്തമായ പ്രചാരണമാണ് സന്ദീപ് നടത്തുന്നത്. ഇതിനു പുറമെ ചാനൽ ചർച്ചകളിലും സന്ദീപ് പാർട്ടിക്ക് വേണ്ടി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ശബരിമല വിവാദ വിഷയത്തിൽ അറസ്റ്റ് വരിച്ച് സന്ദീപ് ജയിലിൽ കഴിയുന്നത്. കോൺഗ്രസ് പരിപാടി സമാപിച്ച് പ്രസംഗങ്ങളെല്ലാം കഴിഞ്ഞ് പിരിയും മുൻപ് മൈക്കിനരികിലേക്ക് ഓടി വന്ന രമേശ് ചെന്നിത്തല സമരം നടത്തിയവരെ ഒറ്റവരിയിൽ അഭിവാദ്യം ചെയ്ത് അവസാനിപ്പിക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ രമേശ് ചെന്നിത്തല മാത്രമാണ് സമരക്കാരെ ഓർമ്മിച്ചത്. അപ്പോഴേക്കും നേതാക്കളും പ്രവർത്തകരും വേദിയും സദസ്സും വിട്ടുതുടങ്ങിയിരുന്നു. ചൊവ്വാഴ്ചയാണ് പത്തനംതിട്ടയിലെ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയതും അക്രമാസക്തമായതിനെ തുടർന്ന് സന്ദീപ് ഉൾപ്പെടെയുള്ളവർ ജയിലിൽ പോയതും. ജില്ലയിലെ 75 മണ്ഡലങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും ശബരിമല വിശ്വാസികളും അയ്യപ്പ ഭക്തരും കോൺഗ്രസിന്റെ വിശ്വാസ സംഗമത്തിൽ പങ്കെടുത്തിരുന്നു. ആ വേദിയിലാണ് അർഹമായ പ്രാതിനിധ്യം സന്ദീപ് വാര്യർക്ക് ലഭിക്കാതെ പോയത്. കോൺഗ്രസിൽ സന്ദീപ് വാര്യർ ഉൾപ്പെടെ 17 കോൺഗ്രസ് പ്രവർത്തകർ കൊട്ടാരക്കര സബ് ജയിലിൽ തുടരുകയാണ്. സന്ദീപ് വാര്യർക്ക് പുറമെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ, സംസ്ഥാന സെക്രട്ടറിമാരായ സാംജി ഇടമുറി, അനീഷ് വേങ്ങവിള, നഹാസ് പത്തനംതിട്ട ഉൾപ്പെടെ 14 യുവാക്കളും 3 വനിതാ പ്രവർത്തകരുമാണ് ജയിലിലുള്ളത്.